മാഡം ഡീൽ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സെക്ടറിലാണ്. ഇപ്പോൾ പബ്ലിക് സെക്ടറിലോട്ട് വരുമ്പോൾ കൂടുതൽ നമ്പർ ഓഫ് പേഷ്യൻസ് അവിടെ ഉണ്ട്. അപ്പം എന്താണ് കേരളത്തിലൊരു സിസ്റ്റം, അതായത് ഗർഭധാരണം തൊട്ട് പ്രസവം വരെയുള്ള സമയത്ത് കേരളത്തിലെ ഗവൺമെൻറ്റൽ സിസ്റ്റം എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുതാര്യമായതും ഏറ്റവും പോസിറ്റീവായിട്ടുമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിന് തെളിവ് എന്താണെന്ന് വെച്ചാൽ മാതൃശിശു മരണനിരക്ക് നമ്മോളം കുറവായിട്ടുള്ള ഒരു സംസ്ഥാനം ഇല്ല. തൊട്ട് പിറകിൽ തമിഴ്നാട് നിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്, മാതൃമരണനിരക്ക്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് ഏറ്റവും അങ്ങേയറ്റത്തെ ഹൈ എൻഡ് ലെവൽ വരെയും പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുമ്പോൾ ഒരു പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ആശാ വർക്കർ JPHN ലെവലിൽ നിന്ന് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്നും ഇത് തുടങ്ങി അവർ ഓരോ വീട്ടുകളിലും പോയി അത് അന്വേഷിക്കുകയാണ്. അതായത് ഒരു അമ്മ ഗർഭിണിയാവുന്നു, അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അവർ അയണും ഫോളിക് ആസിഡും കഴിക്കുന്നുണ്ടോ, കാൽഷ്യം സ്റ്റാർട്ട് ചെയ്തോ, ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തോ, അങ്ങനത്തെ ഓരോ ചെറിയ കാര്യങ്ങൾ മുതൽ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഏർലിയായിട്ട് ഡിറ്റക്റ്റ് ചെയ്തത് റെഫർ ചെയ്യുന്ന ലെവലിലേക്ക് വരെ നമുക്ക് മാർഗമുണ്ട് കേരളത്തിൽ. രണ്ട്, അമ്മമാരുടെ എഡ്യൂക്കേഷനാണ്. കാരണം ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് നമ്മൾ 100% എന്ന് പറയുന്ന അഹങ്കാരമുള്ളൊരു കാര്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഒരു സ്ത്രീ സ്വന്തം കുടുംബം നോക്കാൻ പ്രാപ്തയാണ്. അതായത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചിന്തിക്കുന്ന ഒരു ലെവലാണ് മെജോറിറ്റി ഓഫ് വിമൻ നമ്മുടെ കേരളത്തിൽ. ഇത് രണ്ടും മേജർ ഫാക്ടേഴ്സാണ്. 3, അവർക്കുള്ള അക്സസ് ടു ഹെൽത്ത് കെയർ. എനിക്കൊന്ന് ഒരു കുറച്ച് ശതമാനത്തിന് ഇപ്പോഴും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ വെൻ യു കമ്പയർ ടു ദ നോർത്തേൺ സ്റ്റേറ്റ്സ്, അക്സസ് ടു ഹെൽത്ത് കെയർ കേരളത്തിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇത് 3 ആയിരിക്കണം. പിന്നെ ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ ടീം, ഡെഫിനറ്റ്ലി അതും ഒരു മേജർ ഫാക്ടറാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും എല്ലാ ഫെസിലിറ്റീസുമുള്ള ആശുപത്രികളും നമുക്ക് വളരെ അടുത്തടുത്ത് എത്ര ദൂരത്തിലായിരിക്കും മാക്സിമം. ആ ഒരു അപ്രോച്ച് ടു ഹെൽത്ത് കെയർ സിസ്റ്റം ഒരു മേജർ റീസണാണ്.